കരണ്ടാണോ? കയ്യോടെ പിടിച്ചോണ്ട് പോവാ? സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് നിലവിലെ നമ്മുടെ കേരളത്തിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹമാണ്. ഇതേ സമയത്ത് ഒരു രക്ഷിതാവിന് എങ്ങനെ പ്രവർത്തിക്കാനാവും എന്ന്, അതല്ലെങ്കിൽ ഒരു രക്ഷിതാവ് പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ പെടുത്താൻ സാധിക്കും എന്നുള്ളതിനുള്ള വലിയ ഒരു ഉത്തരവുമായിട്ടാണ് ഈ ഒരു ഉമ്മ വന്നിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു 10ാം ക്ലാസ്സുകാരുടെ എക്സാം കഴിഞ്ഞത്. ആ എക്സാം കഴിഞ്ഞ സമയത്ത് പല കുട്ടികളും ഇന്നത്തെ സാഹചര്യത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ട്. അതേസമയം ലഹരി മാഫിയക്കും അടിമപ്പെട്ടു പോകുമ്പോൾ അതേസമയം അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന അത് ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന ഗുരുനാഥന്മാരെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലും, അതും നിയമത്തിന് മുന്നിൽ അവരും കുറ്റക്കാരാവുന്ന ഈ ഒരു സാഹചര്യത്തിൽ രക്ഷിതാക്കൾ മുന്നോട്ട് വരണം. ധൈര്യമായിട്ട് നമ്മുടെ മക്കൾ വഴി തെറ്റാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങി കൈകാര്യം ചെയ്യേണ്ട സാഹചര്യമാണ്. നമ്മളെല്ലാം നമ്മുടെ അധ്യാപകർക്ക് വിട്ടുകൊടുത്ത് അവരുടെ കർത്തവ്യമാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ മക്കൾ ഈ സമൂഹത്തിൻ്റെ മക്കളായി വളരുമ്പോഴേ അത് ഈ സമൂഹത്തിന് വേണ്ട രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും നല്ല മക്കളായി വളരണം എന്നുണ്ടെങ്കിൽ പല സാഹചര്യങ്ങളിലും നമ്മൾ രക്ഷിതാക്കൾ നോ പറയേണ്ട സമയത്ത് നോ പറയണം, യെസ് പറയേണ്ട സമയത്ത് യെസ് പറയണം. പലയിടങ്ങളിലും നമ്മൾ നോ പറയേണ്ട സാഹചര്യങ്ങളിൽ യെസ് പറയേണ്ട സാഹചര്യങ്ങൾ നോ പറയുന്ന സാഹചര്യം കൊണ്ടാണ് ഇത്തരത്തിൽ പല ഇടങ്ങളിലായി ഇന്ന് കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രക്ഷിതാവിനെ കൊലപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മൾ അതേസമയം സഹപാഠിയെ കൊലപ്പെടുത്തി, അത്തരത്തിൽ ഒരുപാട് നമ്മൾ കേൾക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ രക്ഷിതാക്കൾ അവരെ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം, ഗുരുനാഥന്മാർ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം. അതിനെ ചോദ്യം ചെയ്യുകയല്ല നമ്മുടെ സമൂഹവും നമ്മുടെ നിയമപാലകരും ചെയ്യേണ്ടത്. ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ ക്രിയാത്മകമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നടത്തിക്കൊണ്ടുപോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ സമൂഹത്തെ വളരെ മോശമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ നിയമവും കോടതിയും നോക്കുകുത്തി ആവേണ്ട സാഹചര്യങ്ങൾ വരുന്നത്. ഇതേ സമയം നമ്മുടെ മക്കൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു വളരെ വ്യക്തമായിട്ടുള്ള, അല്ലെങ്കിൽ തീർച്ചപ്പെടുത്തിക്കൊണ്ടുള്ള രക്ഷിതാക്കളുടെ ഏറ്റവും നീചമായ, അല്ലെങ്കിൽ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്തതായിരിക്കാം സ്വന്തം മകനെ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ തെറ്റിലേക്ക് ആ മകൻ വഴുതി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രക്ഷിതാവ് തീർച്ചപ്പെടുത്തുന്ന ആ തീർച്ചപ്പെടുത്തൽ അതിന് കൂടുതൽ ശക്തിയേകുകയാണ് എന്ന് പല രക്ഷിതാക്കളും മറന്നു പോകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. ഏതായാലും ഇന്നത്തെ സാഹചര്യങ്ങളിൽ ലഹരിക്ക് ഏറെ അടിമപ്പെട്ടു പോകുന്ന പല മക്കളുടെയും സാഹചര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം, ഒന്ന് പണത്തിന് വേണ്ടിയിട്ടുള്ള വലിയ അത്യാർത്തിയാണ് ഒരു സാഹചര്യം. മറ്റൊന്ന്, ചില രക്ഷിതാക്കൾ ഒരിക്കലും സ്വന്തം മകന് അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന് സമർത്ഥിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയവരായിരിക്കാം. ഇതൊന്നുമല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി വരട്ടെ എന്ന് മാത്രം ചിന്തിക്കുന്ന ചില രക്ഷിതാക്കളും. ഇത്തരം സാഹചര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്രയും വലിയ വിപത്ത് പാകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ സമൂഹം മനസ്സിലാക്കാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എൻ്റെ മകന് വീട്ടിൽ നിന്നൊന്നും ഒഴിഞ്ഞു നിൽക്കട്ടെ, എനിക്കൊരു ശല്യം ഒഴിവാകും എന്ന് ചിന്തിക്കുന്ന ചില രക്ഷിതാക്കളും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഇത്തരം ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ട് നമ്മുടെ മക്കൾ ആ ഒരു സാഹചര്യം നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ അപകടം പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെട്ടു പോയ പല മക്കളും ഒരുപാട് സമയം വൈകി ഉറങ്ങുകയും ഒരുപാട് സമയം വൈകി എണീക്കുകയും ചെയ്യുന്ന
പല മക്കളും നമ്മളെ വീട്ടിലുണ്ടാവും. ആ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. എൻ്റെ മകന് ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നുണ്ടോ, എൻ്റെ മകന് ഇത്തരം സാഹചര്യങ്ങളിൽ വഴുതി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഈ ഒരു ഉമ്മ ചെയ്തത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. ഇത് പലർക്കും മാതൃകയാക്കാവുന്ന അത്തരത്തിലുള്ള ഒരു വൈറൽ വീഡിയോ ആണ് എന്ന് തന്നെ പറയാം. ഏതായാലും ആ വീഡിയോയിൽ ബാക്കി ഭാഗങ്ങളോടെ ഞാനൊന്ന് കാണിക്കാം, എന്നിട്ട് പറയാം. പാരന്റാണോ കയ്യോടെ പിടിച്ചോണ്ട് പോവാ? എന്താ നും ഒന്നും യാത്ര പറയാനൊന്നും സമ്മതിക്കില്ല. എന്താ പറയുന്നത്? അല്ല ഒന്ന് അവിടെ വരെ പോയി വിടില്ല. നേരെ പോരിന്ന് പറഞ്ഞ വണ്ടി കയറി പിടിച്ചടിച്ചോണ്ട് പോവാ. എന്താ ഇപ്പൊ ഇത്തവണ ഒരു രക്ഷിതാക്കളൊക്കെ വന്നിട്ടുണ്ടല്ലേ, ഒരു ടെൻഷനൊക്കെ കാരണം വന്നതാണോ? അതന്നെ ഓരോ പ്രശ്നം കേൾക്കണ്ടേ, പേടിച്ചു തന്നെ. അപ്പൊ നേരെ പിടി കൊണ്ടുപോകുക തന്നെയാ. ശരി. ഏതായാലും ഈ ഉമ്മ ചെയ്തത് ഏറ്റവും മനോഹരമായ കാര്യമാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് ഇതിൽ വലിയ പാഠം ഉൾക്കൊള്ളാനുണ്ട് എന്ന് തന്നെ പറയാം. ഒരുപക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ മുളയിലേ നുള്ളിക്കളയുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതാണ് ഇവിടെ ഈ ഉമ്മ ചെയ്തിട്ടുള്ളത്.